إلى حضرة حبيبنا وسيدنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أرسل ولئ مثل سباب ما قرأناه من القرآن العظيم مقبولة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم وإلى حضرات من مات من آبائنا وأمهاتنا وجدنا وجداتنا وإلى حضرات جميع المؤمنين والمؤمنات يا رب العالمين. اللهم بارك لنا فيما أوتيتنا وبارك لنا في اجتماعنا بركة تامة كما باركت على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ووالدينا وأساتذتنا يا غافر المذنبين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ ഒരു വേദിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. പ്രവാചകരെ പാടുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഈ ഒരു മജ്ലിസ് എന്തുകൊണ്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് നിന്ന് വീക്ഷിക്കുന്നുണ്ടാവാം. മുൻകാലത്ത് നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ടും ആ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടും മാത്രമാണ് അവരൊക്കെ വലിയ നിലകളിലെത്തിയത്. യു പിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
ബറേൽവി ഇമാം, അതുപോലെ ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ജീവിതത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹത്തിന്റെ കാരണങ്ങളാണ്. ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു ദിവസവും 3000 സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു വഫാത്താകുകയാണ്. ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു സ്വലാത്ത് ചെല്ലാതെ 3000 സ്വലാത്ത് ദിവസവും ചെല്ലുന്ന ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു ഒരു ദിവസം സ്വലാത്ത് മുടങ്ങിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് വിവരം അന്വേഷിക്കുകയാണ്. ഇമാം ബറേൽവി ഇമാം വഫാത്തായ സമയത്ത് മദീനത്ത് നിന്നുള്ള ഒരു വലിയ മഹാൻ സ്വപ്നം കാണുകയാണ് ബറേൽവി ഇമാമിനെ പറ്റി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കാത്തു നിൽക്കുകയാണ് ബറേൽവി ഇമാമിനെ, ഇന്ത്യയിൽ നിന്നുള്ള യുപിയിൽ നിന്നുള്ള ബറേൽവി ഇമാമിനെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ ബറേൽവി ഇമാം ആരാണെന്നറിയാൻ വേണ്ടി ആ വ്യക്തി ഇന്ത്യയിലുള്ള യുപിയിലേക്ക് വരികയാണ്. അവിടെ വന്നുകൊണ്ട് ബറേൽവി ഇമാമിനെ അന്വേഷിക്കുമ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇവിടെ നിന്ന് വഫാത്താകുന്ന സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവിടെ ബറേൽവി ഇമാമിനെ കാത്തു നിൽക്കുകയാണ്. ഉത്തരേന്ത്യയിൽ ഏതൊരു മസ്ജിദിൽ പോയാലും അല്ലെങ്കിൽ ഏതൊരു വീടുകളിൽ പോയാലും സുബഹിന്റെ സമയത്ത് ബറേൽവി ഇമാം രചിച്ച ലാഖോ സലാം എന്ന ബൈത്ത് ചൊല്ലാതെ അവരുടെ പ്രഭാതം ആരംഭിക്കുകയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഉത്തരേന്ത്യൻ ജനതകളിലേക്ക് എത്തിച്ചു കൊടുത്ത വലിയൊരു മഹാനായിരുന്നു ബറേൽവി ഇമാം. അൽഹംദുലില്ലാഹ്, ദിൽഹെ മദീന വർഷം തോറും വളരെ ഭംഗിയായി നബിദിന മത്സര പരിപാടികൾ നടത്തി വരികയാണ്. നമ്മുടെ വേദിയിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ടി.പി. അബൂബക്കർ ഹാജി അവറുകളും അതുപോലെ നമ്മുടെ വേദിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന സയ്യിദ് അബൂബക്കർ ചെറിയ കോയ തങ്ങൾ ആറളം തങ്ങൾ, അതുപോലെ നമ്മോട് സംസാരിക്കുന്ന ഉസ്താദ് അവറുകൾ, മറ്റു എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അതുപോലെ നമ്മോട് സംസാരിക്കുന്ന മത്തത്ത് മൗലവി അവറുകൾ, വേദിയിൽ മൂസഹാജി, യൂനുസ്, ആസിഫ് ഉസ്താദ് അവറുകൾ, മറ്റെല്ലാ വ്യക്തിത്വങ്ങൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലുള്ള ബഹുമാനപ്പെട്ട സക്കാവി ഉസ്താദ് അബ്ദുള്ള മൗലവി, മറ്റ് വിശിഷ്ട വ്യക്തികൾ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ,
എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റിതര ആളുകൾ പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ 12ാം ദിവസമാണ് ഇന്ന്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യ ദിവസത്തിൽ നമുക്കൊക്കെ ഇങ്ങനെ ഇതിൽ പങ്കെടുക്കുവാനും ഇതിൽ പങ്കാളിയാവാൻ സാധിച്ച റബ്ബിനെ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് കാലത്ത് 2 മൗലൂദ് സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുവാൻ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ അനുഗ്രഹം നൽകിയ റബ്ബിനെ സ്തുതിക്കുക അല്ലാതെ നമുക്ക് മാർഗമൊന്നുമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നപ്പോൾ ഈ ഭൂലോകത്ത് പൂജാതനായപ്പോൾ ഒരു സമൂഹത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിലെ പ്രപഞ്ചത്തിന് ആകെ മാതൃകയായി ആകെ അനുഗ്രഹമായിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൽ പൂജാതനായത്. ഒരു മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ ഒരു ഹിന്ദുക്കൾക്ക് വേണ്ടിയോ ഒരു മനുഷ്യ സമൂഹത്തിന് വേണ്ടിയോ മാത്രമല്ല, സർവ ചരാചരങ്ങൾക്കും അനുഗ്രഹീതമായിട്ടാണ് റസൂലിൻ്റെ ജന്മം ഇവിടെ ഉണ്ടായത്. ആ കാര്യങ്ങൾ നാം വിസ്മരിക്കാൻ പാടില്ല. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ അതൊക്കെ ഓർമ്മിച്ച് മറ്റിതര സമുദായങ്ങളുടെ സൗഹൃദങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ മുസ്ലിം സമൂഹം ഇത്രയും ഉൽപ്പിഷ്ടമായി വളർന്നു വന്നത് എന്ന കാര്യം നാം മറക്കരുത്. സ്നേഹിക്കുവാനല്ലാതെ വെറുക്കുവാൻ നാം പഠിപ്പിച്ചിട്ടില്ല, പഠിക്കുകയുമില്ല. ആ നിലയിൽ ഈ സമൂഹത്തിനുള്ള നന്മകൾ നമ്മുടെ മറ്റിതര ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ സന്ദേശം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് മക്കയിലും മദീനയിലും ഉദ്ഘോഷിച്ച സന്ദേശം ലോകമെമ്പാടും എത്തിക്കുവാൻ ഈ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ഈ വേദി അങ്ങനെ സമയം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട താങ്കളെത്തി കഴിഞ്ഞാൽ ഉദ്ഘാടന പ്രസംഗം നടത്തും. അതിനു മുമ്പായി നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി മത്തത്ത് അബ്ദുള്ള മൗലവി നിങ്ങളോട് അല്പം സംസാരിക്കും. അതിനായി ആദരവോട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പൂക്കം ഉസ്താദ്, സ്റ്റേജിലുള്ള മാന്യ വ്യക്തികളെ, മുത്തലിം സുഹൃത്തുക്കളെ, ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യാൻ അതിനുള്ള ആരോഗ്യവും ഇല്ല. എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, ഏതായാലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ നമ്മൾ എത്ര സ്തുതിച്ചാലും നമ്മൾക്ക് മതിയാവില്ല. കല്ലിക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാടെയും ആചരിക്കുന്നത് പോലെ നബിദിനം കൊണ്ടാടുവാൻ നമ്മൾക്ക് സാധിച്ചത് അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ തുടക്കക്കാരൻ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല, പറമ്പത്ത് അബ്ദുല്ലാഹിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് കഴിച്ചു വരുന്നത് പോലെ മക്കൾ ഇപ്പം നബിദിനത്തിന്റെ അന്ന് 12-ന് അന്ന് മൗലൂദ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം ഒരു പ്രതിഫലം ഖബറിൽ കിടക്കുന്ന അദ്ദേഹത്തിന് ഉണ്ടാകുന്നുള്ള കാര്യം തീർച്ചയാണ്. ഏതായിരുന്നാലും കല്ലിക്കണ്ടിയിൽ നമ്മൾക്കൊരു 10-25 മൗലവിമാർ ഈ തലകൊണ്ടും കെട്ടി ഇത് അള്ളാഹുവിനെ നമുക്ക് ഏറ്റവും ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് എന്നും അനവധി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് കല്ലിക്കണ്ടിയാണ്. ഇത് ഈ ദറസ്, ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് നിലനിർത്തണം. അതിൻ്റെ എന്ത് വേണം? നമ്മൾക്കൊരു സ്ഥിരം വരുമാനം വേണം. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ കാര്യമായിട്ട് അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം. നമ്മൾക്കന്ന് ദുബൈയിലും മറ്റുള്ള രാജ്യങ്ങളെല്ലാം പോയി പിരിച്ചുകൊണ്ട് നമ്മൾ എടുത്തതാണ്. ഇത് വളരെയധികം കോളക്കം തിരിച്ചൊരു സ്ഥലമാണ് കല്ലിക്കണ്ടി എന്ന് പറയുന്നത്.
നമ്മൾക്കൊരു മൈക്കവരി വെച്ച് ഒരാൾക്ക് നിന്ന് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു കല്ലിക്കണ്ടി. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി അത് നമ്മൾ മാറ്റിയെടുത്തു. ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾക്ക് എന്നും വളരെയധികം കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്. ഉസ്താദ് പ്രസിഡന്റാണ്, പ്രായമായി. സെക്രട്ടറി ഞാനാണ്, പ്രായമായി. പ്രവർത്തിക്കാൻ വിചാരിച്ച പോലെ കഴിയുന്നില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ ശരിക്ക് രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ഈ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട പൂക്കോസക്കാരുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിന് ഇവിടെ നിലനിർത്തണം. എല്ലാവരും ഇന്നലെ വരെ ഈ പള്ളിയെ പറ്റി നമുക്കൊരു ആക്ഷേപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിസ്കരിക്കാൻ സൗകര്യമില്ല, അതിനുള്ള ചുറ്റുപാടും അവിടെ ഇല്ല, വൃത്തിയില്ല. ഇപ്പോൾ കല്ലിക്കണ്ടി അനവധി കച്ചവട സ്ഥാപനങ്ങളും മറ്റും വന്നിരുന്നതുകൊണ്ട് സുന്നികളാണ്. അവർക്ക് നമ്മളെ പള്ളിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അവർക്കുള്ള ഇത്. നമ്മൾ വളരെയധികം ഗൗരവമായി കുറഞ്ഞ കാലങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കുക. അത് ബഹുമാനപ്പെട്ട നമ്മുടെ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബേരോട് ഉസ്താദ് അവരോട് സംസാരിക്കുകയും അദ്ദേഹം നമ്മൾക്ക് വേണ്ട പോലെ ചെയ്യാമെന്ന് ഞങ്ങളോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് സംഗതി നടക്കും. അള്ളാഹുവിന്റെ ദീനാണ്. അത് ഒരാളെങ്കിൽ ഒരാൾ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് ലോകം മുഴുവനും എത്തി നമ്മുടെ ഉസ്താദിന്റെ പ്രവർത്തനം. ഇന്ന് 10:30 മണിക്ക് റൗള ശരീഫിൽ മദനിയത്ത് നടക്കുകയാണ്. ഇന്ന് 10:30 മണിക്ക്. അങ്ങനെ ലോകത്തിന്റെ എല്ലാ മുക്കും മൂലയിലും നമ്മളെ പ്രവർത്തനന്മാർ പ്രവർത്തിച്ചുകൊണ്ട് സ്ഥാപനങ്ങളും പള്ളികളും എല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് സാധിക്കും. നിങ്ങൾ പ്രാർത്ഥനയാണ്. നമ്മൾ ആരോഗ്യവും മറ്റെല്ലാം ചെയ്തു തരുന്ന നിങ്ങളെ പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രവർത്തിക്കുന്നവരെ കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അവിടെ നിങ്ങൾ ഇവിടെ പള്ളി ആകുന്നവരെ നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. മറ്റുള്ള കാര്യങ്ങളിലാണ് രാത്രി 10-11 മണിയോടുകൂടി റസൂല മദ്ഹാണ് ഇവിടെ പറയുന്നത്. രാത്രി 11 മണി വരെ ഈ പരിപാടി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അത് മുഴുവൻ തന്നെ നിങ്ങൾ പരിപൂർണമായ നിലയ്ക്ക് വിജയിപ്പിച്ചു കൊടുക്കണം. സദസ്സിൽ വന്ന് ഇരിക്കണം. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് മാനസികമായി നമ്മൾ ദ്വാരക്കുകയും ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മോട് സംസാരിക്കാൻ വേണ്ടി ആസിഫ് മദനി ഉസ്താദുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل وسلم وبارك على سيدنا محمد وعلى جميع الأنبياء والمرسلين والحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد أشرف الأغراب والعجم. محمد خير من
يمشي على قدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك وسلم عليه. ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദ് അവറുകൾ, മറ്റു നേതാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, എന്തുകൊണ്ടും മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ 12. ലോകവും സൃഷ്ടിക്കാൻ കാരണദൂതരായ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായത് ഒരു ദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ സന്തോഷിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം എന്നത് ലോകത്തിന് അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവർക്കും അനുഗ്രഹമായി കൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവികൾക്കും എല്ലാം നബി തങ്ങൾ അനുഗ്രഹമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഓരോ ഭാഗമെടുത്തു നോക്കിയാലും എല്ലാം മുഅ്മിനീങ്ങൾക്ക് അത് മാതൃകയാക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതിർന്നവരോട് എങ്ങനെ നീങ്ങണം, ചെറിയ മക്കളോട് എങ്ങനെ നീങ്ങണം, സ്ത്രീകളോട് എങ്ങനെ നീങ്ങണം, മറ്റു ജീവികളോട് എങ്ങനെ നീങ്ങണം, എല്ലാ വഴികളും നോക്കിയാലും ആ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമുക്ക് കാണാനുള്ളത്. പെൺമക്കളുള്ള ആളുകളോട്, ആൺമക്കളും പെൺമക്കളുമുള്ളവരോട് ആദ്യമായി മക്കൾക്ക് ഡ്രസ് എടുക്കുമ്പോൾ ആടെ പെൺകുട്ടികളെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെ മക്കൾക്ക് എന്തെങ്കിലും പലഹാരം അവിടെ എത്തിച്ചു കൊടുക്കുമ്പോൾ, മിഠായി കൊടുക്കുന്ന സമയത്ത്, അതുപോലെ മധുര പലഹാരങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആദ്യമായി പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്ത്രീകൾക്ക് പരിഹാരം നൽകിയത്, സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മാതാവും ആ മാതാവിനോട് എങ്ങനെ നീങ്ങണമെന്നും ആദ്യമായി ആ ഗുണം ചെയ്യേണ്ടത് നിന്റെ ഉമ്മക്കാണെന്നും വീണ്ടും പറഞ്ഞത് നിന്റെ ഉമ്മയോടാണെന്നും 3 തവണ ആവർത്തിച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിച്ചു, അവിടെ പരിഹരിച്ചിട്ടുള്ളത്. ഉപ്പയെയും ഉമ്മയും വെച്ച് നോക്കുമ്പോൾ ആദ്യ പരിഗണന ഉമ്മക്ക് കൊടുക്കണമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾക്കുള്ള പരിഗണന, അവർക്കുള്ള ആദരവ്, അവർക്കുള്ള ബഹുമാനം എല്ലാം വകവെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പൂജാതനായി വരുമ്പോൾ, പ്രവാചകനായി വരുന്ന കാലത്ത് സ്ത്രീ എന്ന ഒരു പറന്നു വീണ പെൺകുട്ടിയായതിന്റെ പേരിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലത്താണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. ആ സ്ത്രീയായതിന്റെ പേരിൽ അവരെ കൊല്ലരുതെന്ന് പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇവിടെ സ്ത്രീകൾ അവഗണിക്കുന്നതാണ് ഇസ്ലാം, സ്ത്രീകളെ രണ്ടാം വേലക്കാരായി കാണുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നവരോട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ആയത്തിൽ അവർ പഠനം നടത്തണം, അതുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെടണമെന്നാണ്
അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ നോക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് പഠിപ്പിക്കുമ്പോൾ, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റിയ നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നവനെ പോലും അവരോട് സൗമ്യമായി പെരുമാറിയ സുറാഖത്തിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. സുറാഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്റെ കുതിരയുടെ കാല് ഭൂമിയിലേക്ക് ആഴ്ന്നുപോയപ്പോൾ ആ സുറാഖത്തിനെ രക്ഷപ്പെടുത്താനുണ്ടായത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തന്റെ വീട്ടിൽ വന്നുകൊണ്ട് തന്റെ വിരിപ്പിൽ മലവിസർജനം നടത്തിപ്പോയ അഹ്റാബിക്ക് ആ അഹ്റാബിയോട് സൗമ്യമായ രീതിയിൽ പെരുമാറിയതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചത് സമാധാനമാണ്, വിശുദ്ധ ഇസ്ലാം ശാന്തിയാണ് പഠിപ്പിച്ചത്. അതിനാണ് ഞങ്ങളെ സ്ഥാപനങ്ങൾ, അതിനാണ് മദ്രസകൾ, അതിനാണ് പള്ളികൾ, അതിനാണ് ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങൾ. പലരും അത് അറിയാതെ പോയോ എന്നറിയില്ല. ചില സ്ഥലങ്ങളിൽ മദ്രസ പാഠം കൊണ്ട് ഉപകാരമില്ല എന്നും മദ്രസ പഠനം നിർത്തിവെക്കേണ്ടതാണെന്നും അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപകാരമില്ല എന്നും പറയുന്ന ജഡ്ജിമാരോടും അത്തരം കാര്യങ്ങൾ വിധിക്കുന്ന കോർട്ടിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, മനുഷ്യനെ മനുഷ്യനായി കാണാൻ, അതുപോലെ തന്നെ ഇവിടെ സ്നേഹവും സൗഹാർദ്ദവും പഠിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ളതാണ് മദ്രസ പാഠങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നവൻ ഏത് മതമുള്ളവനായാലും ഒരു മതവിശ്വാസിയല്ലെങ്കിലും അവനോടും കാരുണ്യം കാണിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ഒരിക്കലും ഇവിടെ വാളുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അതിക്രൂരമായി ആക്രമിച്ചുകൊണ്ടോ അതുപോലെയുള്ളത് കൊണ്ടോ ഇവിടെ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചിട്ടില്ല. ഇവിടെ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് സമാധാനത്തിലൂടെയാണ്. ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് അതിൻ്റെതായ സൗമ്യതയോടുകൂടിയാണ്. ആരെയും ആക്രമിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഇവിടെ കൊലകൾ നടക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം ഒരിക്കലും ചെയ്തിട്ടില്ല. മാലിക് ദീനാറും സംഘവും നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ചെയ്തത്, അവരിൽ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, അവരുള്ള പല രീതിയിലും പല വർണ്ണങ്ങളുള്ളവരുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് വെച്ച് നിസ്കാരം നടത്തുന്നു, ഒരു പാത്രത്തിൽ ഭക്ഷിക്കുന്നു. താഴ്ന്നവനെന്നോ ഉയർന്നവനോ എന്നോ ജാതി വർണ്ണങ്ങൾ വേർതിരിക്കാനുള്ള ആ സൗമ്യതയും ആ പ്രവർത്തനവും കണ്ടാണ് ഇവിടെ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വേദി ഔപചാരിക ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആറളം തങ്ങൾ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ബഹുമാനാദരവുള്ള ഉസ്താദന്മാരെ, സ്നേഹനിധികളായ മുത്തഅല്ലിമീങ്ങളെ, അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട പൂക്കോം ഉസ്താദിൻ്റെ ദറസിൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥികൾ മാത്രം സംഘടിച്ച് നല്ല ഒരു മജ്‌ലിസ് ഉണ്ടാക്കി. അല്ലാഹു കുറ്റമറ്റ രീതിയിൽ ഇതിനെ സ്വീകരിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹ്. കള്ളിക്കണ്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറിയ പ്രായത്തിൽ ഏകദേശം ഒരു 45 വർഷങ്ങൾക്ക് മുമ്പ് വാണിബൽ ഉസ്താദ് ഒരു പ്രസംഗം നടത്തുമ്പോൾ കള്ളിക്കണ്ടിയിൽ ഞാനിവിടെ വന്നിരുന്നു. ഞാൻ കുറുവന്തേരി തൈക്കണ്ടി ഉസ്താദിൻ്റെ തോത്
അന്ന് തന്നെ ഈ പ്രദേശം വിധേയികൾക്ക് ഒരു സ്വാധീനമുള്ള ഒരു പ്രദേശമായിരുന്നു. അൽഹംദുലില്ലാഹ് പേരോട് ഉസ്താദിൻ്റെ ആഗമനത്തോടുകൂടി ഇന്ന് വിധേയ് പ്രസ്ഥാനത്തിന് അവർ പറഞ്ഞത് എന്താണെന്നോ പറയേണ്ടത് എന്താണെന്നോ തിരിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഉള്ളത്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അല്ലാഹു നമ്മുടെ ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന് ശക്തിയേറിയ ഒരു വേരോട്ടവും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്യുന്നു. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന ഉസ്താദിനെയും മറ്റു ഉസ്താദുമാരെയും വിദ്യാർത്ഥികളൊക്കെ ഏറെ അഭിനന്ദിക്കുകയും നിങ്ങളുടെ ആഫിയത്തിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതിനേക്കാളും വലിയൊരു പെരുന്നാൾ നമുക്കില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നമ്മൾ ഒരുങ്ങി തയ്യാറാവുന്നു. ഇതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഒരു സാലിഹായ അമലായി അല്ലാഹു നമ്മൾ സ്വീകരിച്ചു തരുമാറാകട്ടെ. മുത്തല്ലിമീങ്ങളായ നിങ്ങളോട് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഏതാണ്ട് 4 വർഷവും 3 മാസങ്ങൾ മാത്രം മുസ്ലിമായി ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയ ഒരു സഹാബി. എത്ര? 4 വർഷവും കുറഞ്ഞ മാസങ്ങൾ, 2-3 മാസം. ഈ ചെറിയ കാലയളവിൽ 5734 ഹദീസ് ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ഹിഫ്ളാക്കി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ബുഖാരി, മുസ്ലിം, ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളായ ബുഖാരിയിലും മുസ്ലിമുള്ള ഏറെ ഹദീസ് മാരത്തൊട്ട് റിവായത്ത് ചെയ്തതാണ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്തതാണ്. സഹാബാക്കളുടെ കൂട്ടത്തിൽ ഇത്രയും ഏറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സഹാബി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ആ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ സുഫത്തിന്റെ അഹ്ലുകാരായിൽപ്പെട്ടവരായിരുന്നു. പല പ്രാവശ്യവും വിശപ്പിന്റെയും ദാഹത്തിന്റെയും മറ്റ് പ്രയാസങ്ങളുടെ പേരിൽ ബോധരഹിതനായി വീണുപോയിരുന്നു. ഒരു ദിവസം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കയ്യിൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് കൊടുക്കാൻ വേണ്ടി ഹദിയായി കിട്ടുന്ന കുറഞ്ഞൊരു പാല് മുത്തുനബി തങ്ങൾ കൊടുക്കാൻ വേണ്ടി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ ഏൽപ്പിച്ചു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ വലിയ സന്തോഷത്തിലായി. പടച്ചോനെ, അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ പാല് മുത്തുനബി തങ്ങൾ എനിക്ക് തരും. കാരണം ഞാൻ ഇന്ന് വളരെ ക്ഷീണിതനാണ്, പ്രയാസത്തിലാണ്, ശക്തിയേറിയ വിശപ്പിലും ദാഹത്തിലുമാണ്. ആ ഒരു പ്രതീക്ഷയോടുകൂടി പാലം കൊണ്ട് കാത്തു നിൽക്കുമ്പോഴാണ് അല്ലാഹു റസൂൽ കടന്നു വരുന്നത്. ആകാംക്ഷയോടെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ മുത്തുനബി തങ്ങളോട് സലാം പറഞ്ഞതിനു ശേഷം പറഞ്ഞു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തേക്ക് ഒരു പാല് ഹദിയായിട്ട് തന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ. സുഫത്തിന്റെ അഹ്ലുകാർ ധാരാളമുണ്ട്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബീ ഹുറൈറ ആ പാലെടുക്കൂ. ആ പാലെടുത്തു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ ആ പാല് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുക്കുന്ന. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? ഈ കാണുന്ന സുഫത്തിന്റെ അഹ്ലുകാരെ മുഴുവൻ നിങ്ങൾ വിളിക്കണം. എല്ലാവരും എൻ്റെ വീട്ടിൽ തന്നെ വരണം.
എന്നിട്ട് ഓരോരുത്തരോടും പാല് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ആദ്യം ഒരു സഹാബിയുടെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം കുടിച്ചു, വയറ് നിറഞ്ഞു. പിന്നീട് മറ്റൊരു സഹാബിയുടെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ ആളുകൾ മാറി 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 അവസാനം ആ പാത്രം അല്ലാഹുവിന്റെ റസൂലിലേക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചു, ഇനി ആരാണ് ബാക്കി? നിബിതങ്ങളും ഞാനുമാണ് ബാക്കിയുള്ളത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പാല് കൊടുത്തോ? കൊടുത്തില്ല. അതിന് ശേഷം അല്ലാഹു റസൂൽ പറഞ്ഞു, അബീ ഹുറൈറ അവിടെ ഇരിക്കൂ, ഈ പാല് കുടിക്കൂ. പാല് കുടിച്ചു. പോരാ, വീണ്ടും നിങ്ങൾ കുടിക്കണം എന്നറിയും. രണ്ടാം പ്രാവശ്യവും കുടിച്ചു. പോരാ, 3 പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ഇനിയും വീണ്ടും കുടിക്കണം. അങ്ങനെ കുടിച്ചു കുടിച്ചു അല്ലാഹു റസൂൽ വീണ്ടും പറഞ്ഞു, ഇനി ഒരു ഇത്തരി സ്ഥലം പോലും എന്റെ വയറിൽ ഇല്ല നബിയെ, കുടിക്കാൻ എനിക്ക് സാധ്യമല്ല. അല്ലാഹു റസൂൽ സന്തോഷിച്ചു, അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് വിശപ്പില്ല, ദാഹങ്ങളില്ല, കഷ്ടപ്പാടില്ല, വസ്ത്രത്തിന്റെ ദാരിദ്ര്യം തീരെയില്ല. എല്ലാം കൊണ്ട് ക്ഷേമൈശ്വര്യത്തോടുകൂടി സുഖലോലുപലായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നുള്ളത്. ഞാൻ പലപ്പോഴും ഓർത്തു പറയാറുണ്ട്, ഞാൻ മാനന്തവാടി ബഹുമാനപ്പെട്ട തരുൺ ഉസ്താദിന്റെ അടുക്കൽ ഓതുമ്പോൾ 2 ജോഡി വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ സന്തോഷത്തോട് അഭിമാനത്തോട് പറയാ, ഇന്നുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് സുഖങ്ങളും സൗകര്യങ്ങളും കൂടിപ്പോയി. അതിനനുസരിച്ച് നമ്മളിൽ ആത്മീയതയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പറ്റിയല്ല കേട്ടോ പറയുന്നത്. പരിസര പ്രദേശത്തുള്ള ദർശനങ്ങളിൽ വെച്ച് പൂക്കോം ഉസ്താദിന്റെ ദർശന അഡ്രസ് ഉണ്ട്, വലിയൊരു പേരുണ്ട്. അതിനെ നിലനിർത്തേണ്ടത് നിങ്ങളാ. എന്തുകൊണ്ട്? നിങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഉസ്താദ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മുത്തഅല്ലിമീങ്ങൾ, എൻ്റെ മക്കൾ എന്നൊരു ചിന്താഗതിയിലാണ് ഉസ്താദ് നിൽക്കുന്നത്. നിങ്ങൾ ഏതെല്ലാം രീതികളുടെ ആവശ്യങ്ങൾ പൂർത്തീകരണത്തിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടും നിങ്ങളെ 2 വിദ്യാഭ്യാസത്തിനും വലിയ പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിങ്ങളെ പഠിച്ചൊരു സ്ഥാനത്തെത്തണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി ഉസ്താദ് നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ വലിയ റാഹത്തിലാണ് ഇവിടെ ഉള്ളത്. ഇനി നിങ്ങളെ കൊണ്ടാണ് ഈ ദർസിൻ്റെതായ എല്ലാവിധ മികവും എല്ലാവിധ അഭിവൃദ്ധിയും അതിലേറെ ബറക്കത്തും അള്ളാഹു തരേണ്ടത്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെയും ഈ നാടുകളിൽ ഉസ്താദിന്റെ ശേഷവും അള്ളാഹു തആല ഈ ദർസിന് വലിയൊരു ഖിവാമും ദവാമും അള്ളാഹു തആല നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, സമയങ്ങളൊന്നും കളയരുത്. 5744 ഹദീസ് കുറഞ്ഞ കാലയളവിൽ കൊണ്ട് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ഹിഫ്ളാക്കണമെങ്കിൽ ചെറിയൊരു അധ്വാനമൊന്നും പോരല്ലോ, നല്ലൊരു അധ്വാനം വേണ്ടേ? തന്നെയല്ല, അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇന്നുള്ള സൗകര്യങ്ങളുണ്ടോ? ഒരു സൗകര്യവും ഇല്ല, വലിയ പ്രയാസത്തിലാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഉള്ള സമയങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷകരായി, ദീനിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. സമയങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നല്ല മുത്തഅല്ലിമീങ്ങളായി വളരുവാൻ സർവശക്തൻ അവസരോചിതമായ എല്ലാ കഴിവും അറിവും തൗഫീഖും തരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന മഹത്തായ വാക്യത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.